അപ്പൊ പിന്നെ പോരന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. നമ്മള് ചെക്കനാണ്, വ്ളോഗിൽ തന്നെ കാണാനാണ്. അസ്സലാമലൈക്കും, ഹായ്, ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മൾ കഹാനിയിൽ പോയിട്ട് എടുത്ത ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. എപ്പോഴും കിച്ചണും കുക്കിങ്ങും അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ നമുക്കൊരു വെറൈറ്റി വേണ്ടേ. ഞാൻ ഇങ്ങനത്തെ വ്ളോഗ് കുറേ കാലമായി ചെയ്തിട്ട്, എനിക്ക് തോന്നുന്നു ഓണത്തിനാണ് തോന്നുന്നു ലാസ്റ്റ് ടൈം ചെയ്തത്. അപ്പോൾ എന്തായാലും നമ്മൾ ബസ്സിലാണ് പോയത്, നമ്മളല്ല, ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. അയൻകുട്ടിക്ക് സ്കൂളുണ്ടായിരുന്നു. റിഹാന് ഞാൻ പറഞ്ഞില്ലേ തിരുവനന്തപുരം പോയിരിക്കുകയാണ്, ഫെൻസിങ്ങിൻ്റെ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അവനക്ക് ഇവിടെ സെക്കൻഡ് പ്രൈസ് ഉണ്ടായിരുന്നു. ഇനി അവിടെ പോയാൽ എന്താണെന്ന് അറിയില്ല. നിങ്ങളുടെ എല്ലാവരുടെയും തുക വേണം കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റേഡിയത്തിൽ എത്തി കുറച്ച് നേരം അവിടെ നിർത്തിയിട്ട്, അപ്പോൾ ഇങ്ങനെ കടലമിഠായി, ഇഞ്ചി മിഠായി, നാരങ്ങ മിഠായി എന്നൊക്കെ പറഞ്ഞ് ബസ്സിൽ വിളിച്ചിങ്ങനെ ആൾക്കാർ കൂടെ ആയിട്ട് കൊണ്ടുവരില്ലേ, അങ്ങനെ കൊണ്ടുവന്നപ്പോൾ ഞാൻ 2 കടലമിഠായി വാങ്ങിച്ചു കേട്ടോ. നല്ല ക്രിസ്പി ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഭയങ്കര ന്യൂസ് ആയിട്ടോ അത് കണ്ടപ്പോൾ. പിന്നെ ഇത് കൽപ്പാത്തിപ്പുഴയാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോയി ബസ്സിൽ ബോറടിക്കണ്ടോ ചോദിച്ചാൽ ഞാൻ ഉറങ്ങൊന്നും ചെയ്തില്ല, അല്ലെങ്കിൽ ഞാൻ പോത്തുപോലെ കിടന്ന് ഉറങ്ങും കേട്ടോ ട്രാവലാകുമ്പോൾ. ഇത് ഒറ്റയ്ക്കല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഉറങ്ങില്ല. ഞാൻ ചാരി ഇരുന്നാൽ ഞാൻ ഉറങ്ങിപ്പോവും. അപ്പോൾ 1.5-2 മണിക്കൂർ നേരം ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നിട്ടാട്ടോ ബസ്സിൽ പോകുന്നത്. അങ്ങനെ ആർക്കെങ്കിലും വെയ്ക്കുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഒന്നാമത് വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് ചാരി ഇരിക്കാൻ ഒരു കംഫർട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞു ഇതാ മണ്ണാർക്കാട് എത്തി. ഞാൻ അവിടുന്ന് ഓട്ടോയിൽ കയറിയിട്ട് ഇവിടുന്ന് അങ്ങനെ കഹാനിയിൽ പോകുന്നത് കേട്ടോ. പിന്നെന്താ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയാം. ഞാൻ ഇന്ന് കഹാനിയിലുള്ള കുറച്ച് ഹാൻഡ് വർക്കിൻ്റെയും പിന്നെ വെസ്റ്റേൺ കളക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ജീൻസ് കേട്ടോ, വൈറ്റ് ലെഗ് ഇല്ലേ, അതിൻ്റെയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം നമ്മളിതാ ഇവിടെ എത്തി. ലൊക്കേഷൻ നിങ്ങൾക്ക് അറിയാലോ, കല്ലടി കോളേജിൻ്റെ ഓപ്പോസിറ്റ് ആണ്. ഇങ്ങനെ ഡോറ് തുറന്നതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഉള്ളൊരു മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും കേട്ടോ. അതിനിപ്പോൾ നമ്മൾ എന്ത് ചെറിയൊരു സംഭവം തുടങ്ങിയാലും നമ്മുടെ മൈൻഡിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നൊരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് ഒരു ഭയങ്കര ബിഗാണ്. അപ്പോൾ ഇതിങ്ങനെ തുറന്ന് ജസ്റ്റ് നോക്കുമ്പോഴൊക്കെ എൻ്റെ മൈൻഡിൽ ഭയങ്കര ഇതിനി എങ്ങോട്ട് പോകും എന്താവോ ഒന്നും നമുക്കറിയില്ല. പക്ഷേ ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റിയല്ലോ എന്നുള്ളത്, സക്സസ് ആയില്ലയോ എന്നതിനെക്കാട്ടിലും എനിക്ക് ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റിയല്ലോ എന്നാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ചുറ്റും ഇതെല്ലാം പുതിയ വന്ന സംഭവമാണ്, റെൻറ്റിന് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ എന്തായാലും ഓടി വരും നമ്മുടെ ഇവിടെ. പിന്നെ വൈറ്റ് ലെഗ് ജീൻസ് വന്നിട്ടുണ്ട്, വൈറ്റ് ലെഗ് കണ്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. പക്ഷെ ഇന്ന് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വീഡിയോസ് കാര്യമായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഷോർട്ട് വീഡിയോസ് ഒരു 2 എണ്ണം എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി, കാരണം പോയതിന് നമ്മൾ വീഡിയോ എടുക്കണ്ടേന്നും പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ അവിടുത്തെ ഫ്രണ്ട്സും ഒക്കെയാണ്. ഫ്രണ്ട്സ് ചെറിയ കുട്ടികളാണ് കേട്ടോ, ശരിക്കും പറഞ്ഞാൽ അവിടെ പോയി പരിചയപ്പെട്ടതാണ്. പിന്നെന്താ, ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഫുഡ് അടിക്കാൻ പോകണം. നല്ല സമയമായിരുന്നു. രാവിലെ ഒരു റോബസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങിയതാട്ടോ, പിന്നെയൊന്നും ഇറങ്ങിയിട്ടില്ല. എൻ്റെ കംഫർട്ട് സോണിൽ മാത്രം കേട്ടോ ഞാനിങ്ങനെ നിൽക്കാറുള്ളൂ, ഭയങ്കര ഒരു റിലാക്സ് ആയിട്ട്. അതിനുശേഷം ഞങ്ങൾ അവിടെ ലാസിസ് തന്നെയല്ലേ പേര്, അവിടെ ആ റെസ്റ്റോറൻറ്റിലാണ് പോകുന്നത്. എല്ലാവരും കൂടി ഞങ്ങളൊരു 10-11 പേരുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ പിടിക്കാൻ നിന്നത് റോട്ടിൻ്റെ നടുവിലോട്ട് ഞാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ചുമ്മാ എന്നെ ആക്കുന്നതാട്ടോ പിള്ളേര്. പിന്നെന്താണ്, അങ്ങനെ നല്ല രസമായിരുന്നു, വൈബായിരുന്നു അവിടെ പോയപ്പോൾ. പിന്നെന്താ, ഇനി എന്താ പറയാന്, കുറെ കമന്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഈ വ്ളോഗിൽ അത് വായിക്കണോ വേണ്ടിയോ എന്നുള്ള ഭയങ്കര കൺഫ്യൂഷനിലാണ്. ഈ വ്ളോഗ് ഇങ്ങനെ അങ്ങ് പോട്ടെ, ഇതില് കുറെ ആൾക്കാരുള്ളതല്ലേ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വ്ളോഗിൽ വോയിസ് ഇടാനാണ് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നത്. നല്ല രസമായിരുന്നു കേട്ടോ. ഫോൺ എടുത്താ ഇതുണ്ടാക്കിയ ആളാണ് ഇതാ ഇപ്പുറത്തിരിക്കുന്നത്.
അപ്പൊ നമ്മുടെ ഉണ്ണിക്കുട്ടിയാണ് ഇത് ഉണ്ടാക്കിയത്. നല്ല അത്യാവശ്യം കഴിവുണ്ട് ഇത്ര, അതുകൊണ്ട് അവളെ പറയുന്നതാണ് കഴിവേറി എന്നുള്ളത് കേട്ടോ. ഞാനല്ല, അവളെ പറയുന്ന പേരാണ്. പിന്നെ അപ്പുറത്തിരിക്കുന്ന ആ പയ്യൻ എന്നോട് പറയും വീഡിയോ എടുക്കണ്ട എന്ന് പറയും. എന്നിട്ട് ഞാൻ ഫോൺ എടുത്ത അപ്പം മുടിക്കന്നെ ശരിയാക്കും കേട്ടോ. ചുമ്മാ കാണിച്ചു കൂട്ടുകയാണെന്ന്. പിന്നെ എല്ലാവരും മന്തിയും അതുപോലെ അൽഫാമിൽ ഞാൻ ഷെസ്വാന പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ മധുഹൂത്തൊക്കെ ഓർഡർ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഫുഡ് കുറച്ച് കൂടിപ്പോയിട്ടോ. രാവിലെ ഒന്നും കഴിച്ചിട്ടുമില്ല, ഉച്ചയ്ക്ക് നന്നായി കഴിക്കുകയും ചെയ്തപ്പോൾ പാമ്പ് ഇര വിഴുങ്ങിയ പോലെ ആയി. ഇനി 2 ദിവസം കഴിക്കാതെ ഇരുന്നാലാണ് എല്ലാം ഒന്ന് സെറ്റ് ആവുള്ളൂ. ഞങ്ങളുടെ മുതലാളിമാരാണ് ബില്ല് കൊടുക്കാനുള്ള പൈസ ഓവറായിട്ട് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാണ് അല്ലേ. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഓരോരുത്തർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവൻ പിന്നെ ഭയങ്കര പാവാട്ടോ. ഞാൻ ഇങ്ങനെ ഒരു പാവ മനുഷ്യനെ കണ്ടിട്ടേ ഇല്ല. കുറേ ഹൈറ്റ് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എൻ്റെ ഒരു ഇതിൽ ഇനി നമുക്കറിയില്ല കൂടുതലായിട്ട്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇതൊക്കെ നമ്മുടെ ഫ്രണ്ട് എടുക്കുന്ന വീഡിയോസ് ആട്ടോ. ഞാനാണെങ്കിൽ ഇവരൊന്നും എടുക്കൂല, അത് വേറെ കാര്യം. ഓന് എന്തോ ഓൻ്റെ മനസ്സിൻ്റെ വിശാലത കാരണം അവരെയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഇവിടെ ഭയങ്കര ഫുഡ് സ്പോട്ടാണ് കേട്ടോ ഈ മണ്ണാർക്കാട് ഈ ഒരു ഭാഗത്ത്. പണ്ട് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഫുള്ള് കാട് പിടിച്ച് കിടക്കിയിരുന്നു. അങ്ങനെ താഴ്ന്ന് ഐസ് സ്പോട്ടിൽ നിന്ന് ഒരു ഐസ് മേടിച്ച് ഞാനും എൻ്റെ പാർട്ണറും കൂടി മേലോട്ട് പോയി അതെല്ലാം കഴിച്ച് പിന്നെ ഈവനിങ് ആണ് കേട്ടോ കാണിക്കുന്നത്. ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ചായ എല്ലാം കുടിച്ച് മിൻറ്റ് ടീ ആണ് കേട്ടോ കുടിച്ചത്. ഇനി നേരെ വീട്ടിലോട്ട് വിടുകയാണ്. ഇനി നെക്സ്റ്റ് വീക്ക് കാണാമെന്നും പറഞ്ഞിട്ട് ഇറങ്ങി. അങ്ങനെ ഓരോരുത്തരായിട്ട് പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോ സമയത്ത് ഞാനാണ് ലാസ്റ്റ് ഇറങ്ങിയത്. അല്ല വേറെ ഉണ്ടായിരുന്നു കേട്ടോ, കുറച്ച് പാർട്ട്നേഴ്സും കൂടി ഉണ്ടായിരുന്നു അവിടെ. കുറച്ച് മീൻസ് 2-3 കൂടി ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ എത്ര പാർട്ട്ണറാണ് എന്ന് വിചാരിക്കും. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയാൽ എല്ലാവരും പാർട്ട്നേഴ്സൊന്നും ഇല്ല കേട്ടോ, ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ അതിൽ. അപ്പോൾ നമ്മളിങ്ങനെ പോയി എനിക്ക് പാലക്കാട് എത്താനായപ്പോൾ ഒരു ചായ കുടിക്കാൻ തോന്നി. അപ്പോൾ കട്ടൻസിൽ നിർത്തി. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുമ്പോൾ എപ്പോഴും കാണുന്ന ഒരു സ്പോട്ടാണ്, പക്ഷെ ഇതുവരെ അവിടെ ഇറങ്ങി ചായ കുടിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ മസാല ടീ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ആംബിയൻസ് അടിപൊളി. പക്ഷെ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല അവർ, ശരിക്കും പറഞ്ഞാൽ ആ ഒരു ബിൽഡിംഗ് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ല. ഇങ്ങനെ നോക്കിയപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടെങ്കിൽ സൂപ്പറായിട്ടുണ്ടാവില്ലേ എന്ന് തോന്നിട്ടോ. പിന്നെ നമ്മൾ ചായ എല്ലാം കുടിച്ചിട്ട് ഇനി നേരെ വീട്ടിലോട്ട് പോകണം. നമ്മൾ ഇന്ന് എടുത്ത വീഡിയോസൊക്കെ ഞാൻ ലാസ്റ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഫുള്ളായിട്ട് കാണുക. ഈ ഒരു ചന്ദ്രനഗർ ഭാഗത്ത് ഫുള്ള് ഒത്തിരി റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് റെസ്റ്റോറൻറ്റ് ഫീൽഡിലോട്ട് ഇനി ഇറങ്ങുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടാസ്ക് ആയിരിക്കും. മസാലയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ. പെരിന്തൽമണ്ണയില്ലേ ആ സംഭവം ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ വേറെ എന്തോ ഒരു കാര്യം പറയാൻ, ഏറെക്കുറെ ആൾക്കാരൊക്കെ നമ്മുടെ ആ ഒരു മലബാർ സൈഡിൽ നിന്ന് വന്നിട്ട് ഇവിടെ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്ന ആൾക്കാരാണ് എന്നാ തോന്നുന്നത്. ഇവിടെ പണ്ട് മുതലേ ഉള്ള ആൾക്കാരുണ്ട്, NMR അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട് കേട്ടോ, അതല്ല. പക്ഷെ ഇപ്പോൾ പുതിയതൊക്കെ എനിക്ക് തോന്നുന്നു അവിടുന്ന് വരുന്ന ആൾക്കാരാണ് തോന്നുന്നു. അപ്പം എന്തായാലും വീടെത്തി അയൻകുട്ടി വന്ന് ഗേറ്റൊക്കെ തുറന്ന് വന്നതും എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്. അത്ത ഞാൻ രാത്രി അങ്ങോട്ട് പോട്ടെ എന്നൊക്കെ ചോദിച്ച് പെർമിഷൻ ചോദിക്കണം കേട്ടോ. ഗ്ലാസ് താഴ്ത്താനൊക്കെ പറഞ്ഞു. ഇവിടെ വന്നിങ്ങനെ പെർമിഷൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ പറഞ്ഞ് പോയിട്ട് വരുമ്പോൾ തന്നെ രാത്രി 10:30 ആയി. അപ്പോൾ നമ്മുടെ കുറച്ച് കളക്ഷൻ ഉള്ളത് കാണാമല്ലേ. നമ്മൾ ലാസ്റ്റ് 2 വീഡിയോ ചെയ്തപ്പോൾ നമുക്ക് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് പാർട്ടി വെയർ ഉണ്ടോ, ഹാൻഡ് വർക്ക് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് അതുപോലത്തെ കുറച്ച് കളക്ഷൻ കാണിക്കാനാണ് വന്നിട്ടുള്ളത്. ഇതൊരു റെഡിലാണ് കേട്ടോ വരുന്നത്. സൈസ് വരുന്നത് XXL ആണ്. അതുപോലെ തന്നെ പ്രൈസ് വരുന്നത് 2000 മുതൽ 3000 ഉള്ളിലായിട്ടാണ് വരുന്നത്. അതിൽ തന്നെ ഒരുപാട് കളേഴ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇതെല്ലാം ഹാൻഡ് വർക്ക് വരുന്നതാണ് കേട്ടോ. പാർട്ടികളിലൊക്കെ അടിപൊളിയായിട്ട് ഇടാൻ പറ്റുന്ന കളക്ഷൻസ് ആണ്. വൈഡ് ലെഗ് ജീൻസിന്റെ പുതിയൊരു അപ്ഡേഷൻ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഈ 2 ഷെയ്ഡിലാണ് നമ്മൾ ഇത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ പ്രൈസ് വരുന്നത് 1195 സൈസ് അതുപോലെ 26 മുതൽ 32 വരെ അവൈലബിൾ ആണ്. അപ്പൊ ആവശ്യമുള്ളവര് ഇപ്പൊ തന്നെ നമ്മുടെ കഹാനിയുടെ പേജ് ഫോളോ ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് DM ചെയ്യുക.
പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് അങ്ങനെ വീഡിയോസും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല. പറയണ അവിടെ വല്ല മിസ്റ്റേക്കും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ.